അധികാരമേറ്റെടുത്ത ശേഷം ഇപ്പോൾ DGP ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. പ്ലാൻ ചെയ്തായിരുന്നു, നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ നടപ്പാക്കും, അതിൽ എനിക്കൊരു സംശയമില്ല. അത് പെട്ടെന്ന് നടപ്പാക്കും. പിന്നെ അത് കൂടാതെ എൻ്റെ ഒരു പാഷനാണ് അത്. ആക്ച്വലി രണ്ട് കാര്യം. ഒന്ന് അത് ഇൻവെസ്റ്റിഗേഷൻ. കാരണം ഞാനൊരു 16 വർഷം ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സോ അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷന് വളരെ ഇമ്പ്രൂവ് ചെയ്യണം. കേരളയുടെ ഇൻവെസ്റ്റിഗേഷൻ, കേരള സ്റ്റേറ്റ് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കുറേ സ്റ്റേറ്റ് പോലീസ് കമ്പയർ ചെയ്താൽ നമ്മുടെ മച്ച് ബെറ്റർ. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാം. ആൻഡ് കുറേ കേസുകൾ അൺഡിറ്റക്റ്റഡ് ആയിട്ട് കിടപ്പുണ്ട് കുറേ വർഷമായി. അതോട് ഞാൻ റിവ്യൂ ചെയ്യും. കാരണം ഒരു എസ്പെഷ്യലി സീരിയസ് കേസസ്, ഹോമിസൈഡ്, ഈ ടൈപ്പ് കേസസ്. പിന്നെ അതുകൂടാതെ പിന്നെ ഞാൻ ഇന്നലെ ആരോട് പറഞ്ഞായിരുന്നു, മൈ ഐഡിയ ഓഫ് പോലീസിങ് നമുക്ക് കുറച്ച് ബേസിക്സിലേക്ക് പോകണം, മോഡേൺ വേയിൽ. ഉദാഹരണം, ഇൻസ്പെക്ഷൻസ്. കുറേ വർഷമായി എന്നെ ആൾക്കാരെ അറിയിച്ചു ഇൻസ്പെക്ഷൻ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ഓഫീസിൽ കുറച്ചുകൂടി ബാക്ക് സീറ്റിലേക്ക് പോയിട്ടുണ്ട്. അതിനെ ഫ്രണ്ട് സീറ്റിലേക്ക് കൊണ്ടുപോകും. അത് പക്ഷേ ടെക്നോളജി ബേസ്ഡ് ആവും. അത് കമ്പ്യൂട്ടർ എയ്ഡഡ് ആവും. അതിൽ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നടപ്പാക്കാൻ തോന്നി. പിന്നെ കുറച്ചുകൂടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യണം, മോഡേൺ വേയിൽ, മോഡേൺ രീതിയിൽ. കാരണം കേരളയിലെ ജനങ്ങൾക്ക് ടെക്നോളജി ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആൾക്ക് 2-3 സ്മാർട്ട് ഫോൺ കാണും. സോ എനിക്ക് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെയ്യാം. കാരണം ദേ ലൈക്ക് ദ ടെക്നോളജി. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ട്രാഫിക്കിൽ മനോജ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആക്കാം. ആപ്പ് ബേസ്ഡ് വളരെ വളരെ പൊതുജനങ്ങൾക്ക് ഈസി, മൈൻഡ് യൂസർ ഫ്രണ്ട്ലി ആക്കണം എല്ലാ ടെക്നോളജി അതിൽ. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ട്രെയിനിങ് നമ്മുടെ പോലീസിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്സ് നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് പഴയ ആൾക്കാർക്ക് ആ സമയത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. അതോ എനിക്കൊരു ഒരു തടസ്സം, ഒരു ഒബ്സ്റ്റാക്കിൾ എനിക്ക് തോന്നിയില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. വേറെ കുറേ പ്ലാൻസ് ഉണ്ട്. കാരണം ഞാൻ കുറേ ഒരു വെൽ ട്രാവൽഡ് ആളായതുകൊണ്ട് പല കാര്യങ്ങൾ പല സ്ഥലത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ 2-3 കമ്മിറ്റിയുടെ ചെയർമാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഇപ്പോൾ വേറെ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട് സ്മാർട്ട് സിറ്റിനെ പറ്റി. അതിൽ ഓൾസോ ഞാനുണ്ട്. അതല്ലേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഇപ്പോൾ 2 സ്മാർട്ട് സിറ്റി ആയല്ലോ, കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം. അതിൽ കുറേ കാര്യങ്ങൾ. കാരണം അതിൽ പോലീസിങ് കമ്പോണൻറ്റ് കുറവാണ്. ആ പോലീസിങ് കമ്പോണൻറ്റ് കൂട്ടാം. അതാണെങ്കിൽ നമുക്ക് അതിൽ ഇവിടെ ദാറ്റ് മീൻസ് ഇതൊരു മോഡേൺ രീതിയിൽ നമുക്ക് കൊടുക്കുക. ഓൾഡ് കാര്യങ്ങൾക്ക് മോഡേൺ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓൾഡ് കാര്യങ്ങൾ ആക്ച്വലി ബിറ്റിൻ ട്രാക്കിലാണ്, എല്ലാം പ്രൂവ്ഡാണ് എല്ലാ. സോ അത് ചെയ്യാം. പിന്നെ LDF പറഞ്ഞത്, LDFിൻ്റെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് ഈ ജിഷ മർഡർ കേസ് അതിന് മുമ്പുണ്ടായ ഒരു സംഭവം. LDF അധികാരത്തിൽ വന്നാൽ വിത്തിൻ 48 hours 48 മണിക്കൂറിനകം ജിഷ മർഡർ കേസിൻ്റെ ആളുകളെ പിടിക്കും. പോലീസല്ല പറഞ്ഞത്, LDF പറഞ്ഞു. ഇപ്പോൾ അവർ അധികാരത്തിൽ വന്നു ഒരാഴ്ച. അപ്പോൾ അത് എങ്ങനെയായിരിക്കും അത് ഗവൺമെൻറ്റിൻ്റെ ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ഭാഗത്തുനിന്ന്? ഗവൺമെൻറ്റിയുടെ പോളിസി എല്ലാ ഗവൺമെൻറ് സർവൻറ്റ് അനുസരിക്കണം. അതാണ് ആക്ച്വലി ഡെമോക്രസിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ദാറ്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ. പക്ഷേ അതിലെന്താണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഞാൻ എൻ്റെ CBI എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ചില സമയത്ത് കുറേ കേസുകൾ 48 hours പോലും വേണ്ട, 24 hours ഓൾസോ ഡിഫിക്കൾട്ട് കേസുകൾ ചെയ്തിട്ടുണ്ട്. അതിലെന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യമുണ്ട്. ഒരു നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സ്കിൽ അതൊക്കെ ശരിയായിട്ട് കുറച്ച് ലക്ക് വേണം. ഈ ബ്ലൈൻഡ് കേസിൽ ഞാൻ ഒരുപാട് ബ്ലൈൻഡ് കേസ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള ആളാണ്. ചില സമയത്ത് ചെറിയ ഒരു ലക്ക് ഉണ്ടെങ്കിൽ മാത്രം അത് നടക്കും. പക്ഷേ വി ഹാവ് ടു ആക്ച്വലി വളരെ സയൻറ്റിഫിക് രീതിയിൽ, വളരെ അനലിറ്റിക് രീതിയിൽ ഒരു കേസിക്ക് നോക്കണം. ഇതാണ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത്. ജിസ കേസ്
ഞാൻ പറഞ്ഞേ, ഞാൻ ആക്ച്വലി ഞാനൊരു CBI ഒത്തിരി വർഷം ഉള്ളത് കൊണ്ട്, എത്ര വർഷം, 11 വർഷം ഞാൻ അവിടെ ഉണ്ടായി. എൻ്റെ ഒരു ബയസാണ് CBI ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. CBI ടൈപ്പ് ഇൻവെസ്റ്റിഗേഷനിൽ കുറേ പ്രോസസ്സ് ഉണ്ടോ അത് ഞങ്ങളിവിടെ ഫോളോ ചെയ്യാറില്ല. അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആക്ച്വലി ഫസ്റ്റായിട്ട് ഞാൻ ഇന്നലെ സത്യം ചോദിച്ചാൽ ഇന്നലെ രാത്രിയിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മാനുവൽ ഓഫ് CBIയുടെ കുറേ ചാപ്റ്റർ വായിച്ചു. കാരണം അതിൽ കുറേ കാര്യങ്ങളുണ്ടോ നമുക്ക് ഇവിടെ നടപ്പാക്കാം. ആൻഡ് ഐ ആം വെരി ഷുവർ അതാണെങ്കിൽ കുറച്ച് കേസുകൾ വളരെ നല്ല രീതിയിൽ പോകും. ജിസ കേസ് ഒരു ചാലഞ്ചാണ് കേരള പോലീസ്ക്ക്. ഇപ്പോൾ ഞാൻ മേധാവിയായി വന്നു, എനിക്ക് ഒരു ചാലഞ്ചാണ്. സോ ഐ വിൽ പുട്ട് മൈ ബെസ്റ്റ് ഫുട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം നോക്കാം. ഞാൻ വിതിൻ 2 days ഐ എം പ്ലാനിങ് ഈ കാര്യങ്ങൾ, ഈ പ്രോട്ടോകോൾ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം ഐ വിൽ പേഴ്സണലി ഗോ. മേ ബി ഐ വിൽ ഹാവ് സംതിങ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാം. കാരണം ഞാൻ തന്നെ ഞാനൊരു ഓൺലി സൂപ്പർവൈസർ രീതിയിൽ ജോലി ചെയ്തിട്ടുള്ള ആളല്ല, ഞാൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ള ആളാണ്. സോ മേ ബി സംതിങ് മേ കം ഔട്ട്. ഐ എം വെരി ഹോപ്പ്ഫുൾ. എനിക്ക് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ ഈ 24 hours and 48 hours കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ആസ് എ പ്രൊഫഷണൽ ഐ ഷുഡ് ഡു എ പ്രൊഫഷണൽ തിങ്. അപ്പോൾ നോബഡി ഹാസ് സീൻ ദ ഫ്യൂച്ചർ. ഞാൻ പക്ഷേ ഐ വിൽ നോട്ട് ലീവ്. ഐ വിൽ ബി പെയിൻഡ് ഇഫ് ഐ ഡോണ്ട് ഡിറ്റക്ട് ദ കേസ്. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഒരു സങ്കടം അതിന് മനസ്സിലുണ്ടാക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ലീവ്. ഞാനൊരു കേസ് തെളിയിച്ചിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. സോ ഐ എം വെരി കോൺഫിഡൻറ്റ്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോവില്ല, കാരണം ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. സത്യം ചോദിച്ചാൽ എക്സെപ്റ്റ് പത്രവാർത്തകളിൽ കുറച്ച് മാത്രം എനിക്ക്. പക്ഷെ ഞാനൊരു ഇപ്പോൾ ഒരു പോളിസി ഒരു റിസോൾവ് സ്റ്റേറ്റ്മെൻ്റാണ് കൊടുക്കുന്നത്. I am confident that my officers, given proper direction and given proper, ideas, they will do wonders. കാരണം ഞാൻ എറണാകുളം കമ്മീഷണറായ സമയത്ത് 2-3 കേസ് അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം മണിമല കേസ് ആൻഡ് ഓൾ ദോസ് ഫേമസ് കേസസ്. അതിൽ എന്താണ് ഒരു ചെറിയ ക്ലൂഡിനും എല്ലാം വന്നു. ഫസ്റ്റ് എല്ലാവരും എവരിബഡി തോട്ട് ദാറ്റ് ഇതോ ഡിറ്റക്റ്റ് ആക്കാൻ പോകുന്നില്ല. അത് പെട്ടെന്നായി ഒരു ദിവസം ഒരു ക്ലൂ കിട്ടി, 2-3 ദിവസത്തെ കാര്യങ്ങൾ മനസ്സിലായി. എല്ലാ കേസുകളും അങ്ങനെയാണ്. ഈ എസ്പെഷ്യലി ഹോമിസൈഡ് കേസസ്, ടെററിസ്റ്റ് കേസുകളുടെ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ ആ കേസ് ഡിഫറെൻറ്റ് ടൈപ്പാണ്. അതുകൊണ്ട് ഒരു പെൺകുട്ടി മരിച്ചു, ദാറ്റ് മീൻസ് ഒരു കുറ്റവാളി 1-2-3 അല്ലെങ്കിൽ കുറ്റവാളി ഉണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ. അപ്പോൾ നമുക്ക് അതൊരു ചാലഞ്ചാണ്. വി ആർ ഓൾ ട്രെയിൻഡ് പീപ്പിൾ. ആ ട്രെയിനിങ്ങിൻ്റെ ലാഭം എന്താ, ഗുണം എന്താ? ഇഫ് ഐ കാൺ ഡു ഇറ്റ്. ബട്ട് അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇത് ചിന്തിക്കുന്നതായിരുന്നു. ഇറ്റ് ഈസ് എ ചാലഞ്ച് പേഴ്സണലി ഓൾസോ ടു മീ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സന്ധ്യ ആൻഡ് ടീം എന്നത്. ഓൾ ആർ ടുഗെദർ. ഇറ്റ് ഈസ് എ ഫാമിലി. ആ ഫാമിലിയിലെ ആൾക്കാരെ ഒരുമിച്ച് ഐഡിയ, ഇറ്റ് ഈസ് ഓൺലി ബ്രെയിൻ സ്റ്റർമിങ് ഐഡിയാസ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ ഐഡിയ വേണം. അതാണ് ഞങ്ങൾ നോക്കാം. സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറയുന്നു. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ അറ്റ് പ്രസന്റ് കേരള പോലീസിനുണ്ടോ? അത്രയും CBI സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കേരള പോലീസിനുണ്ടോ? If you ask me, no. Answer is no. ബട്ട് ഞാൻ ഒരു കാര്യം പറയാം. പക്ഷേ ദർ ഈസ് നോ ലീഗൽ ബാർ. ഒരു ഏതെങ്കിലും രീതിയിൽ തടസ്സം ഒന്നുമില്ല ടു യൂസ് other scientific facilities available elsewhere. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഇവിടുത്തെ കോഴിക്കോട് ബസ് സ്റ്റോപ്പിലെ ബോംബ് വിസ്ഫോടനം കേസ് നിങ്ങൾക്കറിയാം, ഞാൻ NIA കൊണ്ടുപോയി. ആ അനാലിസിസ്, രണ്ടാമത്തെ അനാലിസിസ് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. ഞാൻ വേറെ എവിടത്തെ ചെയ്തു, വേറെ ഒരു ഹൈദരാബാദിൽ എവിടെയാണ് ഞാൻ ചെയ്തത്. ഇവിടെ ലോയിലെ അങ്ങനെ തടസ്സമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറീസ് ഉണ്ടോ, തമിഴ്നാട് ലബോറട്ടറി ഉണ്ടോ,
ഏറ്റവും ബെസ്റ്റ് പറയുന്ന ഇപ്പോൾ 2 ലാബറട്ടറി ഹൈദരാബാദിലുള്ള ലൈബ്രറി അപ്പോൾ അവർ ഉപയോഗിക്കാം. അതിനൊരു സംശയമൊന്നും അതിലൊന്നും തടസ്സമുണ്ട്. അതൊരു ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബെസ്റ്റായിട്ട് ഞാനിപ്പോൾ DNA കാര്യം പറയാം. ഇവിടുത്തെ കാര്യങ്ങളത്തെ കുറച്ച് ഇവിടെ നിങ്ങൾ കുറച്ച് ടെക്നിക്കൽ ആണെങ്കിൽ STR മെത്തേഡിലാണ് ചെയ്യുന്നത്. STR മെത്തേഡിലും കുറച്ച് അഡ്വാൻസ് മെത്തേഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ടോ, CDFDയിലും ഉണ്ടോ, CCMBയിലും ഉണ്ടോ. അപ്പോൾ CCMBയിലേക്ക് പോവാം. അതിലെ ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഇന്ത്യയിലെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല ഒരു ഹാർഡ് ഡിസ്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേസിൽ. ഞാൻ അത് FBI ലാബറട്ടറിയിലേക്ക് അയച്ചു. അവരൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ആ മ്യൂച്വൽ അസിസ്റ്റൻസ് ട്രീറ്റിയിൽ തന്നെ ഉണ്ടോ, നമുക്കേതോ അവർ ചെയ്യും ഈ കാര്യങ്ങൾ. കാരണം ഞാൻ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷൻ കുറേ ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങൾ എനിക്കറിയാം. നാളെ ആവശ്യം ഉണ്ടെങ്കിൽ സപ്പോസ് ഒരു പർട്ടിക്കുലർ ടിഷ്യൂടെ അനാലിസിസ്, കുറച്ച് ടിഷ്യൂ അനാലിസിസ് ഇവിടെ കുറച്ച് കുറവാണ്. സപ്പോസ് ഒരു ടിഷ്യൂ നമുക്ക് കിട്ടി, ഞാൻ ഉദാഹരണം പറയുന്നത് ജിസ കേസിൽ ഫോർ എക്സാമ്പിൾ, അത് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പുറത്തേക്ക് അയക്കും. കാരണം എനിക്കറിയാം എന്തെങ്കിലും ഒരു കോടതിയുടെ നിർദ്ദേശം വേണം. ഇന്ത്യൻ കോർട്ട്സ് ആർ സോ ഗുഡ്. അതിൽ അവർ ഒന്നും പറയില്ല. ഞാനത് ഹാർഡ് ഡിസ്കിലേക്ക് സൺഡിയേഗോയിലേക്ക് അയച്ചു, പെട്ടെന്ന് ഓർഡർ കൊടുത്തു. എന്തോ എൻ്റെ ഒരു പാഷനാണ് ഈ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ഈ സയൻറ്റിഫിക് ഫെസിലിറ്റീസ്. നമ്മുടെ ആക്ച്വലി ഈ ഏരിയയിൽ ഞങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കണം. ഞാൻ ഉദാഹരണം പറയാം. ഞാനിവിടെ IG ഹെഡ് ക്വാർട്ടറുള്ള സമയത്ത് ഒരു ദിവസം കുറേ വർഷം മുമ്പ് മനോജ് അവിടെ പിന്നെ കുറേ ആൾ പറഞ്ഞു, സാർ ഇവിടെ ഒരു DNA എന്തിനാണ് ചെയ്യുന്നില്ല. ഫസ്റ്റ് അത് ഞാൻ ആക്ച്വലി ചിന്തിച്ചിട്ടില്ലായിരുന്നു. സാർ IG ഹെഡ് ക്വാർട്ടറിന് ഞാൻ അപ്പം DNA നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ സാർ DNA വേണ്ടി ഒരു സെൻട്രിഫ്യൂസ് വേണോ എങ്ങനെ വേണോ, പിന്നെ ആൾക്കാർക്ക് വേണം. അതെ വേണോ, ഇവിടെ ചെയ്യുമോ DNA ആൾക്കാർ അയക്കുമോ സാമ്പിൾസ്. മനോജ് പറഞ്ഞു സാർ ഒരുപാട് അയക്കും, ഞങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് പുറത്തേക്ക് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, ഗിവ് മീ 6 months ടൈം. ഐ ഹാഡ് ദി DNA ഫെസിലിറ്റി ഹിയർ. ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് പോയി 2 കോടി രൂപ വാങ്ങിച്ചു, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ ഇതിൽ നിന്നും അഡ്വാൻസ്ഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. ആ അഡ്വാൻസ് എന്താണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് 5 വർഷത്തിൽ ഇത് 2007-8 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2008 കഴിഞ്ഞിട്ട് 8 വർഷം കുറേ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ആ അഡ്വാൻസ്മെൻറ്റ് ഇവിടെ നടത്തിയിട്ടില്ല. അത് നടപ്പിക്കണം. ഐ ഹാവ് ടു ഡു ഇറ്റ്. സാർ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പോലീസിൻ്റെ വാഹന പരിശോധന. അത് നേരത്തെ ഞങ്ങളുടെ മുൻഗാമിയായിരുന്ന ആൾ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം. എന്താണ് അതിനകത്ത് സാറിന് ഞാനത് സത്യം ഭാഗത്ത് നിന്ന് പറയാമോ? ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ പരിശോധന കാര്യത്തിൽ കുറേ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. കാരണം പത്രമാധ്യമത്തിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, കുറേ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളായിട്ടുണ്ടോ, കുറേ ആൾക്കാർ പരാതി തന്നായിരുന്നു. ഞാൻ ADG ഹെഡ് ക്വാർട്ടറുള്ള സമയത്ത് കുറച്ച് എങ്ങനെ വന്നായിരുന്നു. പക്ഷേ അതിലെ ഒരു ഡിസിഷൻ എല്ലാവരും കൺസൾട്ടേഷൻ വഴി ഒന്നും എടുക്കണം. അതിൽ എൻ്റെ കാരണം ഞാൻ ട്രാഫിക് കാര്യത്തിൽ ഞാൻ ആക്ച്വലി ട്രാഫിക് ഈസ് ഫോർ ഹൂം? ട്രാഫിക് ഇസ് നോട്ട് ഫോർ ദ പോലീസ്. ട്രാഫിക് ഇസ് ഫോർ പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ലേ. അത് കൺസൾട്ടേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ഞാൻ വിദേശത്തിൽ കണ്ടിട്ടുള്ളതാണ്. അവർ ട്രാഫിക് കൺസൾട്ടേഷൻ കമ്മിറ്റീസ് ഉണ്ടാകും. ടെക്സസിൽ ഞാനുള്ള അവർ അവർ വിളിക്കും സിവിൽ സൊസൈറ്റിയിലെ ആൾക്കാർക്ക്. താങ്കൾക്ക് എന്താ പ്രശ്നമാണ്, ആ രീതിയിൽ അവർ പോളിസി ഫ്രെയിം ചെയ്യും. അത് ഞാൻ ചെയ്യും ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പ്രയോറിറ്റി ഇല്ല. പ്രയോറിറ്റി ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ പേഴ്സണലി ചോദിച്ചാൽ പ്രയോറിറ്റി ഈസ് ഓൺലി വൺ, ദാറ്റ് കേരള പോലീസ് ഷുഡ് ബി ദ നമ്പർ 1. അതിൽ ഞാൻ ഐ ഡോണ്ട് ലൈക്ക് എനിത്തിങ് ടു ബി നമ്പർ 2. അതോൾസോ ഞാൻ അതിൽ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ മാത്രം പത്രമാധ്യമത്തിൽ മാത്രം കാര്യങ്ങൾ ഞാൻ ആ ഫയൽസുകൾ ഒന്ന് വായിച്ചിട്ട് അതുകൊണ്ട് വളരെ, ബിക്കോസ് ഐ യൂസ് ടു ലൈക്ക് ദറ്റ് പേഴ്സൺ. കാരണം അങ്ങനോട് പടം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരണം എന്തിനാ ഇങ്ങനെ ആയി, പിന്നെ അതൊരു ഹോമിസൈഡാണോ എന്താ ആണോ, അത് നോക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി പുട്ട് മൈ ഹെഡ്. അതിലൊരു സംശയമില്ല. ഞാൻ യു ഗിവ് മീ സം ടൈം. ഞാൻ ഈ പ്രധാനപ്പെട്ട കേസുകൾ കുറേ ഉണ്ടോ ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ ഒരു ആളുടെ ഒരു പാട്രിസൈഡ് കേസ് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അതുപോലെ ആ പാട്രിസൈഡ് കേസിൽ അതിൽ കാരണം ഇപ്പോൾ എല്ലാം നല്ലതായിട്ട് പോകും. കുറച്ച് കാരണമായിട്ട് ആ വിറ്റ്നസ്സുകൾ
സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അത് ഗാർഡ് ചെയ്യണം. അതല്ലേ നമുക്ക് ചെയ്യാം. അത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നിന്നും പോകും. ഫസ്റ്റ് പ്രയോറിറ്റി അതല്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു ഡിറ്റക്ട് ദ കേസ്. ഈ കുറ്റവാളി ആരാണോ എനിക്ക് കണ്ടുപിടിക്കണം. അതൊക്കെ അറിഞ്ഞിട്ടേ രണ്ടുപേരും, ഞാൻ CBI പഠിച്ചിട്ടുള്ള കാര്യം രണ്ടുപേരും. ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ഫസ്റ്റ് ടാർഗറ്റ്, തെളിയിക്കണം കേസ് ആൻഡ് മേക്ക് എ പ്രോസിക്യൂട്ടബിൾ കേസ്. കേട്ടോ, അതിൽ എന്തെങ്കിലും കുറച്ച് തെളിവുകൾ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി. മറ്റേ കുറച്ച് തെളിവുകൾ ആക്ച്വലി പോയിട്ടുണ്ടോ അതിൽ തന്നെ. എവിഡൻസ് ഡിസ്ട്രക്ഷൻ ചെയ്താലേ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. If a person has destroyed the evidence and അത് മനഃപൂർവ്വം, ഒരു സപ്പോസ് ഞാൻ ഉദാഹരണം പറയാം, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ സംസാരിച്ച സമയത്ത് മൈക്ക് അങ്ങോട്ട് പോയി, അത് മനഃപൂർവ്വമല്ല. ഞാൻ സപ്പോസ് ഇവിടെ പറഞ്ഞിട്ട് ഇതോ ഇങ്ങനെ കൊടുത്തു, അതാണ് മനഃപൂർവ്വം. ഇഫ് ഇറ്റ് ഇസ് ദാറ്റ് ആ മെൻസിരിയ ഉണ്ടെങ്കിലേ ഇയാളെ പ്രോസിക്യൂട്ട് ആവും. ഞാൻ വിടില്ല. അതിലൊരു 201 ഒരു ഒഫൻസ് ഒരു സെക്ഷൻ ഉണ്ടോ ഇന്ത്യൻ പിനൽ കോഡിൽ, അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിടാൻ പോകില്ല. കാരണം അതൊരു മഹാപാപമാണ്. അതിലൊരു പ്രശ്നമില്ല. അത് ചെയ്യും. പക്ഷേ എൻ്റെ ആ പ്രയോറിറ്റി അത്ര ഇപ്പോൾ അല്ല. ഈ പ്രയോറിറ്റി എനിക്കാണോ എന്ന് ചോദിച്ചാൽ ഐ ഹാവ് ടു ഡിറ്റക്ട് ദ കേസ്. ആരാണോ ചെയ്തിട്ടുണ്ടോ അതാണോ കണ്ടുപിടിക്കണം. അതൊക്കെ അറിഞ്ഞിട്ട് ബാക്കിയാണോ സെക്കൻഡറി ആണോ, അതോ അഡ്മിനിസ്ട്രേറ്റീവ് ആണോ, ഞാൻ അതോ ഹാൻഡിൽ ചെയ്തോളൂ താങ്കളുടെ ആക്ച്വലി. ബിക്കോസ് ഞാനൊരു ഉദാഹരണം ഇന്ന് പറയാം. ഇന്നൊരു സ്കൂളിലേക്ക് പോയി, ആ പെൺകുട്ടികളുടെ ചെറിയ പെൺകുട്ടികളുടെ അവരുടെ ടീച്ചേഴ്സ് എല്ലാം പറയുന്നത്, സാർ എന്തെങ്കിലും ആയാലേ ഈ ജിസ മർഡർ കേസിലെ ഇത്. ഞാൻ പറഞ്ഞു, മാഡം നിങ്ങൾ എന്തിനാണ് ജിസ കേസ് പറയുന്നത്? ചെറിയ കുട്ടികളല്ലേ. ആ ചെറിയ കുട്ടികളൊക്കെ ഓൾസോ അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ പറയുന്നത് അവർക്ക് പേടി വന്നിട്ടുണ്ട്. ഐ ഫെൽറ്റ് ബാഡ് ആസ് എ പോലീസ് ഓഫീസർ. അപ്പോൾ ഞാൻ യു ഹാവ് ഒരു പേഷ്യൻസ് ഉണ്ടാകണം. ഐ വിൽ ഡെലിവർ. അതിലൊരു ഇന്നലെ ഈ സെൻകുമാർ സാർ ഇന്നലെ പോകാൻ നേരത്ത് പറഞ്ഞത്, എനിക്ക് ബെഹ്റ ആവാൻ പറ്റില്ല, എനിക്ക് സെൻകുമാർ ആവാനേ പറ്റൂ. പോസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ആരുടെടുത്തും തല കുനിച്ചിട്ടില്ല. അതൊക്കെ ഒരു ഒരു സാറിനെ കുറിച്ചുള്ള ചില, അതായത് പോസ്റ്റിങ്ങിന് വേണ്ടി തല കുനിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെന്തോ കുഴപ്പങ്ങളുള്ള അങ്ങനെ ഒരു. ഞങ്ങളിപ്പോൾ നല്ല കാര്യത്തിലാണോ ഇവിടെ? ഫസ്റ്റ് ഡേ ആണോ? നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല. ഞാനത് റിവൈൻഡ് ചെയ്തിട്ട് കേൾക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഈ കാര്യങ്ങളിലെ ഇപ്പോഴത്തെ ഞങ്ങൾ പോലീസിംഗ് ആയിട്ട് സംസാരിക്കാം. വി വിൽ ടോക്ക് അബൌട്ട് പോലീസിംഗ് ആൻഡ് കേരളയുടെ ഓൾ ഓഫ് യു ആർ സിറ്റിസൻസ് ഓഫ് കേരള. കേരളയിൽ താമസിക്കുന്ന ആളുകൾ. Police is important for all of us, not for me. When I remove my uniform, I am a common man. So I also expect security and safety. അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ഈ കാര്യം. I am not into that. I am only thinking about policing. അത്രേ ഉള്ളൂ. സാർ തന്നെ അന്വേഷിച്ച പല ഈ ടെററിസ്റ്റ് കേസിൽ കേരള കണക്ഷൻ കണ്ടെത്തിയിട്ടുണ്ട്. സാർ തന്നെ അന്വേഷിച്ച ഹിപ്ലിയുടെ കേസിലടക്കം ഇപ്പോൾ ഫേക്ക് കറൻസി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊരു നടപടി ഇന്റർണൽ സെക്യൂരിറ്റിയുടെ വീഴ്ചയാണ്. ഇന്റർണൽ സെക്യൂരിറ്റി വളരെ ഒരു സ്പെഷ്യലൈസ് സബ്ജക്റ്റാണ്. ആ ഇന്റർണൽ സെക്യൂരിറ്റി സംബന്ധിച്ച് ഞാൻ ആക്ച്വലി പുറത്ത് പോയി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആ ട്രെയിനിങ് നമുക്ക് ഇല്ല. ഫോർ എക്സാമ്പിൾ, എത്ര പെട്ടെന്ന് ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ, ടെററിസ്റ്റ് ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ട്വിറ്റർ അക്കൗണ്ട്സുകളൊക്കെ എങ്ങനെ നമുക്ക് പരിശോധിക്കാൻ പറ്റുമോ? ഈ കാര്യങ്ങൾ നമുക്ക് വേണം. ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ആൻഡ് മനോജ് നല്ല രീതിയിൽ ഒരു സൈബർ ഡോം കൊണ്ടുപോട്ടു. ഈ സൈബർ ഡോമിലെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വി ആർ ഗോയിങ് ടു പുട്ട്. ദാറ്റ് ഈസ് എല്ലാ പറയണേയും ഞാൻ നിങ്ങളൊന്ന് തെറ്റിദ്ധരിക്കണ്ട. എൻ്റെ മൈൻഡ് ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് മൈൻഡാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, ടെക്നോളജി ഉണ്ടെങ്കിലേ നിങ്ങളുടെ പണി 1 മണിക്കൂറുള്ള പണി നമുക്ക് അകത്ത് ചെയ്യാം.
സോ നമുക്ക് കുറച്ച് സമയം കിട്ടും, നമുക്ക് പ്രൊഡക്റ്റീവ്ലി ഉപയോഗിക്കാം. ദിസ് ഈസ് മൈ ഐഡിയാസ്. സർ, ഈ പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഒരു നിലവിലുള്ള DC സ്റ്റേറ്റ് പോലീസ് ചീഫിനെ മാറ്റിയിട്ടാണ് താങ്കളെ വെച്ചേക്കുന്നത്. ഗവൺമെന്റ് ഗിവ് യു എനി മെസ്സേജ്, എന്ത് മാറ്റമാണ് പോലീസ് വരുത്തേണ്ടത്, അങ്ങനെ എന്തായിരുന്നു ഇതിലുള്ള ഷോർട്ട് കമ്മിങ്സ്, അതിന്റെ മെസ്സേജ്? ഞാൻ ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ പോലീസിങ് നമ്മുടെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ ആൻഡ് പബ്ലിക് ഓർഡർ ഷുഡ് ബി ദ ബെസ്റ്റ്. അതാണ് ഞാൻ എന്നെ തന്നിട്ടുള്ള മാൻഡേറ്റാണ്. സോ ഞാൻ ഗവൺമെൻറ്റായിട്ട് ഡെഫിനൈറ്റ് പ്രയോറിറ്റീസ് ഉണ്ടാക്കും. ഞാൻ ഇതുവരെ ഗവൺമെൻറ്റായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ട് ഈ പ്രയോറിറ്റി. പക്ഷേ ഐ ആം ഷ്യൂർ ഞാൻ പറഞ്ഞ കാര്യങ്ങളത്തിലെ ഈ എല്ലാ പോലീസ് ഫോഴ്സിലെ ഇതൊരു പ്രയോറിറ്റി ആണ്. അത് പ്രയോറിറ്റി അതാണ്. നമ്മുടെ ആൾക്കാർക്ക് ട്രെയിനിങ്ങിലേക്ക് അയക്കുന്നില്ല. ഈ ശിവവിക്രം അവർ വളരെ പ്രഗത്ഭനായ ഒരു യങ്, ഇയാൾ ഫസ്റ്റ് അദ്ദേഹം പോയി നല്ല രീതിയിൽ ട്രെയിനിങ് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ അവർ കിട്ടണോ. ഇന്നോ നാളെ CBI അക്കാഡമിയിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹോമിസൈഡ് കേസസ് അത് ഉണ്ടെങ്കിൽ അദ്ദേഹം പോകണം. ഞാൻ ഏതെങ്കിലും ട്രെയിനിങ് ഉണ്ടായാൽ ഞാൻ പോകും. ഞാനിപ്പോൾ അടുത്ത കാലത്ത് പോയി ട്രെയിനിങ് ചെയ്തിട്ട് വന്നു വിദേശത്തിൽ. ദാറ്റ് ഈസ് ഹൗ വി ഷുഡ് ഡു. ആക്രമണങ്ങൾ ഞാൻ പത്രത്തിൽ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ ആക്രമണം ഇതുവരെ നിങ്ങളെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ എനിക്ക് ചില സമയത്ത് ഈ ആക്രമണങ്ങൾ ചെറിയ സംബന്ധിച്ചാൽ ഇതൊരു ചെറിയ ആക്രമണമാണ്. ഇതെന്തെങ്കിലും നമുക്ക് ഞാനൊരു ഒരു ക്ലിപ്സ് ഒരു ഹ്യൂമർ സൈഡിൽ പറയുന്നത്. പക്ഷേ ആക്രമണമാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം ചെയ്താലും ഞങ്ങളൊക്കെ ഇപ്പോൾ പോലീസ്ക്ക് ഓൾസോ ആക്രമണം ചെയ്യാൻ വേണ്ടി വരും ലീഗലി. നമ്മുടെ ആക്ച്വലി കേരളയിലെ ഈ പല ആക്ച്വലി ലീഗൽ സംവിധാനങ്ങളും ഉണ്ട്. കാപ്പ വട്ട കുറേയുള്ള അത് ശരിക്കും പൂജിച്ചാൽ മതി. നിഷ്പക്ഷമായിട്ട് മുഖം നോക്കേണ്ട, ജസ്റ്റ് ഇമ്പാർഷ്യലി ചെയ്യണം. അതാണ് നിങ്ങൾ നോക്കണം. അപ്പോൾ ആ രീതിയിൽ വെരി സ്ട്രോങ് ആക്ഷൻ ഫ്രം അവർ സൈഡ്. ബാക്കി കുറേ പൊളിറ്റിക്കൽ ആണെങ്കിൽ പൊളിറ്റിക്കൽ സംഘടനകളുടെ ഓർ പാർട്ടിയുടെ കോപ്പറേഷൻ വേണം അവർക്ക്. അത് പറയട്ടെ, അത് ദാറ്റ് ഈസ് ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അറിയിക്കും. പക്ഷേ നമ്മുടെ സൈഡിൽ ശരിക്ക് പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കണം, ശരിക്ക് കേസ് വയ്ക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ശരിക്കും ആൾക്കാർക്ക് അറസ്റ്റ് ചെയ്തിട്ട് പോകും അകത്തെ ആക്കണം. പിന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വേണമെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വേണം. എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If it is true, I don't endorse. Quickness in police response is important. അതുകൊണ്ട് ഈ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോഴുള്ള കൺട്രോൾ റൂം വെഹിക്കിൾസ്, ഈ ഹൈവേ പെട്രോൾ, ഇത് ഞാനാണ് ആക്ച്വലി തുടങ്ങിയിട്ടുള്ള ആളാണ്. ഫസ്റ്റായിട്ട് എറണാകുളം സിറ്റി 4 ജീപ്പ് വെച്ചിട്ട് ഞാൻ ആ സമയത്ത് ഫ്ലൈയിങ് സ്ക്വാഡാണ് ഞാൻ പേര് കിട്ടിയായിരുന്നു. അത് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ ഹൈവേ പെട്രോൾ ഇപ്പോൾ 49 ഹൈവേ പെട്രോൾ ഉണ്ട്. വി ആക്ച്വലി റിക്വയർ 68. അത് നമുക്ക് ചെയ്യണം. ഞങ്ങൾ ചെയ്യും. താങ്ക് യു. DGP ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.